അങ്ങനെ ഇതാ നമ്മുടെ അമ്മമ്മയും അച്ഛനും തിരിച്ചു പോകാൻ കേട്ടോ വയനാട്ടിലേക്ക്. അപ്പോൾ ഞാനും റീനമ്മയും ആദർശനും കൂടിയിട്ടാട്ടോ കൊണ്ടാക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് ദൃശ്യേച്ചിനെ നമുക്ക് കൊടുവള്ളിയിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ദൃശ്യേച്ചി രാവിലെ തന്നെ മാറ്റി നിൽക്കാൻ കേട്ടോ. അപ്പോൾ തുമ്പമ്മ ഞങ്ങളോടൊപ്പം വരുന്നുണ്ട്. അല്ലോട്ടനും ദൃശ്യേച്ചി കേട്ടോ കൊടുവള്ളിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് ഞാൻ തുമ്പമ്മേനെ എടുത്തു. അപ്പോൾ തുമ്പമ്മയും ഞാനും മാച്ചാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വെറുതെ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പോകാൻ റെഡി ആവാൻ കേട്ടോ. സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി ചെയ്ത് ആദർശേട്ടൻ വണ്ടിയൊക്കെ എടുത്തു കേട്ടോ. ഈ 2 പീക്കിരീസും എൻ്റെ മടിയിലാട്ടോ ഇരുന്നത്. അല്ലോട്ടനും തുമ്പിയും ഞാനും കൂടിയിട്ടാട്ടോ ഫ്രണ്ടിൽ ഇരുന്നത്. ബാക്കിൽ അമ്മയും അമ്മച്ചനും ദൃശ്യേച്ചിയും അമ്മമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മടിയിലൊക്കെ ഇരുന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഓരോ വീഡിയോസൊക്കെ എടുത്ത് പാട്ട് വെച്ചപ്പോൾ പിന്നെ തുടങ്ങി തുമ്പമ്മ ഡാൻസ് കളിക്കില്ല കേട്ടോ. അല്ലോട്ട് അത് ഉറക്കക്ഷീണത്തിൽ കിടക്കാൻ കേട്ടോ. അങ്ങനെ കൊടുവള്ളിൽ എത്തിയിട്ട് ഇതേ അല്ലോട്ടനും ദൃശ്യേച്ചിയും കൂടിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോണ വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. തുമ്പമ്മ ഇത് സൈഡായി രാവിലെ കുട്ടി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നേരെ എനിക്ക് കുളിച്ച് മാറ്റി പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇതേ നമ്മൾ അവിടെ നിന്ന് ഓർഡർ കൊടുത്തു. ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഫുഡ് വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ രാവിലെ പൊറോട്ട കഴിക്കണമെന്നെനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്നാലും ഞാൻ പൊറോട്ട കഴിച്ചു. പൊറോട്ടയും മീൻകറിയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മച്ചൻ നമ്മൾ കാറിൽ കൊണ്ടുകൊടുത്തു. അപ്പോൾ അമ്മച്ചന് ഫുഡ് കാറിൽ ഇരുന്നിട്ടാട്ടോ കഴിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതേ അമ്മച്ചൻ കഴിക്കണത് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചന് കടുക്ക വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വയനാട്ടിലെത്തിയപ്പോൾ ഈ കരിന്തണ്ടെന്നും പറയും ചങ്ങലമരെന്നും പറയും. ഈ സ്ഥലത്ത് അമ്മച്ചപ്പോൾ ഇവിടെ നിർത്താൻ പറയും. എന്നിട്ട് ഇതിനെന്തോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വയനാട്ടിലുള്ളവർ ആ ചങ്ങ ഇതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ചങ്ങലമരം വളരും എന്നൊക്കെയാണ് പറയണം അമ്മച്ചൻ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് നേരം അവിടെ വണ്ടിക്ക് നിർത്തിയിട്ട് എപ്പോഴും അതെ കേട്ടോ. പോകുമ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിടും അമ്മച്ചൻ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. അങ്ങനെ ഇതാ തുമ്പമ്മയ്ക്ക് ജീരക മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ കുട്ടിക്ക് നല്ല ഉറക്കമായിട്ടോ. പിന്നെ ആദർശേട്ടൻ പൈനാപ്പിൾ ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. ഞങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാറിൽ ഇരുന്നിട്ടാണ് കുടിച്ചത്. അപ്പോൾ ആദർശേട്ടനാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത്. പിന്നെ വയനാട്ടിലെത്തിയപ്പോൾ അവിടെ എന്തോ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അമ്മയും ആദർശേട്ടനൊക്കെ പോയി. അപ്പോൾ ഞാനും തുമ്പമ്മയും കൂടി കാറിലാട്ടിരുന്ന അമ്മച്ചനും കൂടിയിട്ട് ഹെവി ചൂടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിച്ച് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ ആകുമ്പോൾ ചായ കുടിച്ച കാരണം നമുക്ക് അധികം വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അമ്മച്ചൻ്റെ വീട് എത്താറായിട്ടോ. അപ്പോൾ അവിടെ എത്താറാകുമ്പോൾ തന്നെ നിറച്ച് മറ്റേ തേയിലത്തോട്ടം അങ്ങനെയൊക്കെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ വന്ന ഉടനെ കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ യാത്ര ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ തറയിൽ തന്നെ ഇങ്ങനെ കിടന്നു. അവിടെ ഞാൻ നല്ല തണവുണ്ടാവും. അപ്പോൾ ഞാനും തുമ്പമ്മയും കൂടിയിട്ട് റൂമിൽ കിടന്നു. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മന്തിയും പിന്നെ ചോറാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് മന്തി ഞാനും ആദർശനും കൂടി കഴിച്ചു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് തുമ്പമ്മ ഇത് എനിറ്റിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുക കേട്ടോ അമ്മയും ആദർശനും കൂടിയിട്ട്. പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് പോന്നു. കുറച്ച് കഴിയുമ്പോൾ ചായയൊക്കെ കുടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഹെവി മഴയായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. കുറേ ആൾക്കാർ ഇതേ മുകളിൽ ഇങ്ങനെ പോകുന്നു. എന്തോ ടൂറിസ്റ്റിൻ്റെ എന്തോ സംഭവമാണ് അവിടെ നടക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പകുതിക്ക് വെച്ചിട്ട് വീണ്ടും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കാടമുട്ടയൊക്കെ കഴിച്ചു. തുമ്പമ്മേനെ എടുക്കാൻ കൊടുവള്ളിയിൽ എത്തിയപ്പോൾ ദൃശ്യിച്ചത് കല്ലുമ്മക്കായൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം എനിക്കധികം ഇഷ്ടമല്ല. പിന്നെ നമ്മൾ അധികം നേരം അവിടെ ഇരുന്നില്ല. വേഗം യാത്ര പറഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയിട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയൊക്കെ ഇടുന്നാൽ മതിയെന്നായിരുന്നു. പിന്നെ അമ്മ ഇതൊരു ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബൈ.